പ്രൈസ് ഗോഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയരെ, യോശുവയെ ദൈവം നേതൃത്വം ഏൽപ്പിക്കുന്നു. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഇന്നും വ്യക്തികളെ ആവശ്യമാണെന്നും അനുസരണവും ദൈവസ്നേഹവും ഉള്ളവരെ ദൈവം പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ നൽകി അവരെ നയിക്കുന്നുവെന്നും വേദപുസ്തക വായനയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ ജനതയെ മിസ്രൈമിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ കനാനിൻ നാട്ടിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ കുറെ കാലം കഴിഞ്ഞ് മോശയ്ക്ക് പ്രായമേറെയായി. ദൈവം വാഗ്ദത്തം ചെയ്ത പാലും തേനും ഒഴുകുന്ന ദേശമെന്ന് അറിയപ്പെട്ട കനാൻ പ്രവേശിക്കുവാൻ കഴിയാതെ മോശ മരിച്ചു. തുടർന്ന് ജനത്തെ നയിക്കേണ്ടതിന് ദൈവം നിയോഗിച്ചത് നൂന്റെ പുത്രനായ യോശുവയെയാണ്. യോശുവ എന്ന വാക്കിന്റെ അർത്ഥം യഹോവ രക്ഷകൻ എന്നാണ്. നേരത്തെ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ മോശ അയച്ചവരിൽ ഈ യോശുവയും തൻ്റെ സ്നേഹിതൻ കാലേബും ഉണ്ടായിരുന്നു. ദൈവം നമുക്ക് ആ ദേശം തരുമെന്ന് ഭയം കൂടാതെ അവർ പറഞ്ഞിരുന്നു. അങ്ങനെ മോശയുടെ മരണശേഷം ഇസ്രായേൽ ജനത നയിക്കുവാൻ ദൈവം നിയോഗിച്ച യോശുവയോട് ജനങ്ങളുമായി യോർദാൻ അക്കരെ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു. മോശയുടെ കൂടെ വളരെ നന്നായി ജോലികൾ ചെയ്തിരുന്ന യോശുവ ഒരു മടിയും കൂടാതെ ദൈവം നൽകിയ പുതിയ ചുമതല ഏറ്റെടുത്തു. ഒന്നും രണ്ടും പേരല്ല, ലക്ഷക്കണക്കിന് ജനങ്ങളുമായി അവരുടെ വളർത്തുമൃഗങ്ങളും കൂടെ വലിയൊരു ജനത്തെ നയിക്കുവാനുള്ള ചുമതലയാണ് ദൈവം യോശുവയെ ഏൽപ്പിച്ചത്. ദൈവം മോശയോട് വാഗ്ദത്തം ചെയ്തിരുന്നതിൻ പ്രകാരമാണ് യോശുവയോടും ദൈവം സംസാരിച്ചത്. അവർ പിടിച്ചടക്കേണ്ട നാടിൻ്റെ അതിർത്തികളും ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തു. അത് മരുഭൂമിയും ലെബനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയുമാണ്. ഒരു നേതാവെന്ന നിലയിൽ 3 പ്രധാന ഉത്തരവാദിത്തങ്ങൾ യോശുവയ്ക്ക് ഉണ്ടായിരുന്നു. അതിലൊന്ന്, വലിയൊരു ജനക്കൂട്ടത്തെ വളരെയേറെ ദൂരം നയിച്ച് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്ന കനാനിലെത്തിക്കുക. 2, ഇസ്രായേൽ ജനങ്ങളെ തടയാനും നശിപ്പിക്കുവാനും വരുന്ന രാജ്യങ്ങളോട് യുദ്ധം ചെയ്ത് ഇസ്രായേൽ ജനതയെ സംരക്ഷിക്കുകയും ദേശം കൈവശമാക്കുകയും ചെയ്യുക. 3, ദൈവത്തിൽ നിന്നും അകന്നു പോകാതെ ജനങ്ങളെ നേർവഴിയിൽ തന്നെ നയിക്കുക. ഇന്ന് പലരും നേതൃത്വ നിരയിൽ നിന്ന് നേതൃത്വ നിരയുടെ ആ ജീവിത രീതിയിൽ നിന്ന് പലരും അകന്ന് വഴിമാറി ജീവിക്കുന്നു. അവർ നേതൃത്വ നിരയിൽ ഇപ്പോൾ ഉണ്ടെങ്കിലും നേതൃത്വത്തിന് ഉത്തരവാദികളല്ലാതായിത്തീരുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ആയിരക്കണക്കിന് ജനത്തെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു നേതൃത്വ ഉത്തരവാദിത്വം സ്വർഗത്തിലെ ദൈവം യോശുവയ്ക്ക് നൽകി. ആ യോശുവ അത് ദൈവത്തിൻ്റെ നിയോഗപ്രകാരം നിവർത്തിച്ചതായിട്ട് വേദപുസ്തകം വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവം നൽകിയ നേതൃത്വത്തെ ആത്മീക സത്യങ്ങൾ അടങ്ങിയ അനുഗ്രഹീത ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി നൽകപ്പെട്ട ജനത്തെ അക്കരെ നാട്ടിലെത്തിക്കുന്നത് വരെയും പിന്മാറാതെ നേതൃത്വ നിരയിൽ അനുസരണമുള്ളവനും ഭയമില്ലാത്തവനും ധൈര്യശാലിയുമായി ഇന്നും ചങ്കൂറ്റത്തോടെ ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ നിയോഗിച്ചവരായിരിക്കുന്ന യോശുവാന്മാരോട് ഞാനൊരു വാക്ക് പറയുന്നു: പിന്മാറാതെ ആയിരങ്ങൾ പതിനായിരങ്ങളെ നയിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടാകും. ഇതിനായി യോശുവയ്ക്ക് ദൈവത്തിൻ്റെ സഹായം എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം ദൈവം യോശുവയ്ക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു: നിന്റെ ദൈവമായ യഹോവ നീയെ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിട്ടിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യോശുവ 1:9 വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും.